എന്താ അടിച്ചോടിക്കാനേ പോയി ചെയ്യുമ്പോ പറഞ്ഞു ഞാൻ വരുന്നില്ല. എനിക്ക് എന്ത് 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 എന്തോ നോക്കട്ടെ, ഞാൻ ഒന്ന് നോക്കാം. കാര്യമുണ്ട്, കഷ്ടം തന്നെ എന്തായാലും. ഞാൻ വരുന്നില്ലെന്ന് ഞാൻ അപ്പൊ പറഞ്ഞത്. നിങ്ങളെന്ത് ബഹളം വെക്കല്ലേ? വണ്ടിയല്ലേ, മനുഷ്യനെ പോലെ തന്നെ മനുഷ്യന് അസ്വസ്ഥതകളൊക്കെ ശരീരത്തിലുണ്ടാവില്ലേ? മനുഷ്യനല്ലേ വണ്ടിക്കാതിരിക്കുന്നത്. വേണ്ട വേണ്ട വേണ്ട, അളിയിരിക്കട്ടെ, ഞാൻ നോക്കാം. ഇപ്പൊ ശരിയാക്കാം, കുഴപ്പമൊന്നുമില്ല. കഷ്ടം തന്നെയല്ലേ അത് ഇറങ്ങാൻ നോക്കാം. ഇറങ്ങടി. നോക്കട്ടെ. മാറി, നീ അങ്ങോട്ട് മാറി. നീ അതുവഴി ഇറങ്ങടി, അതുവഴി ഇറങ്ങ. ഇല്ല വിഷമിക്കണ്ട, കണ്ടുപിടിച്ച് ബാറ്ററി വേറെ ഏറിയ ലൂസ്, ടെർമിനൽ ലൂസാണ്. അത് ഒന്ന് കറക്റ്റ് ചെയ്താ. ഇരുന്നോ ടെർമിനലാ എയർപോർട്ടാ. കയറകത്ത് ഇതുവഴി കയറാൻ പറ്റില്ലല്ലോ. മക്കൾ അതുവഴി കയറ്. ഒരു കല്ല് കിട്ടും മക്കളെ. നിന്റെ തലടിച്ച് പൊട്ടിക്കാനാ? അല്ല, ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കണേ. കല്ല് എവിടെയെങ്കിലും കല്ല് കിടക്കണമെന്ന് നോക്കി ഒരു കല്ല് കിട്ടിയാല്. കിട്ടി കല്ല് കിട്ടിയാ? കാല് കൊണ്ട് മുറിഞ്ഞ ആശുപത്രി കൊണ്ടുവിടരുത്. എന്ത് ചെയ്യും? കഴിഞ്ഞു, ഇനി ഓക്കെ. എത്തുവോ? ഇനി വേണ്ടി വരില്ല. കല്ലെടുത്ത് വെച്ചോ, കല്ല് അതിനടുത്ത് തന്നെ വെച്ചാൽ അടി കേറ്. സമയം കളയല്ലേ, ഇനി നേരെ കൊല്ലത്തെ നിർത്തുള്ളൂ. നിർത്തുടിക്കല്ലേ? കറിക്കോ. ചെറിയ കേസായിരുന്നു കേട്ടാ. ശരിയായ പിന്നെ ഓക്കെ അമ്മ, ഇനി കുഴപ്പമില്ല. പെട്ടെന്ന് അങ്ങ് പോളിയാ, സമയമായത്. നിന്നെ സൂക്ഷിച്ചു കൊണ്ടുപോകണേ. ഞാൻ പറഞ്ഞില്ലേ പാട്ടൊന്നും വേണം, നീ വേഗം കൊണ്ടുപോയാൽ സക്കളെ മോളെ ഒരു പാട്ട് പാടേ. എസിക്ക് എന്തോ ചെറിയൊരു തകരാ. അയ്യോ, കുഴപ്പമില്ല. അതെ, എനിക്ക് വയ്യ, എന്നെ ഇറക്കി വിട്. ഞാനിവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇരുന്നോളാം. അല്ല അമ്മ, ഒന്നുമില്ല അമ്മ. അതെ എനിക്ക് തോന്നണത് പെട്രോളിന്റെ മിസ്സിംഗ് ആണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. സമയത്തായി ശരിയായി. അതെ, ഇത് ഇറങ്ങാനും പറ്റില്ല. വേറെ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. അല്ലെ, കല്ലിന്റെ പ്രശ്നം വരൂല. തലയടിച്ചാൽ പൊട്ടിക്കുന്നു, നോക്കും. അകത്ത് പോയാലും കുഴപ്പമില്ല. ചൂടാവല്ലേ, സമാധാനപ്പെടുകളിയാ. എനിക്കൊരു ഗുളിക മേടിച്ചു തന്നെ, തലവേദനയുടെ. തല വെട്ടി പൊളിയ. വലിയ തലവൻ, അതിലും വലിയ തലവനാ ഫ്രണ്ട് ഇരിക്കുന്നത്. സമയം പോണ്ട അളിയാ, ബഹളം വെക്കല്ലേ, ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. നീ നേരത്തെ നോക്കിയില്ലേ? അതെ അളിയാ, പിന്നെ സമയമായി 12 മണിക്ക്. സമയത്ത് എത്താം. ബഹളം വെക്കല്. പക്ഷെ അളിയൻ ഒന്ന് സഹായിക്കണം. അളിയൻ ഒന്ന് അതിനകത്ത് അളിയ ഒന്നിറങ്ങി വന്നു. ചെറിയൊരു ഹെൽപ്പ്, അളിയന്റെ ചെറിയൊരു ഹെൽപ്പ്. വാ, എന്ത് ചെറിയൊരു സഹായം. എത്തണ്ടേ? അതെ, ഒന്നുമില്ല. അതെ, എന്ത് ചെറിയ എന്ത് ഒന്ന് ബാക്കിൽ നിന്ന് ഒന്ന് അനക്കിയാലേ ഒന്ന് പോണം. ഒരു കഴിച്ച് പെട്ടെന്ന് ഇപ്പൊ പോവാം. ഞങ്ങൾ ഇറങ്ങണോ? ഒരു കാര്യം ചെയ്യും,
കുറച്ച് ആളെ ഇറങ്ങി നിന്ന് തള്ളാൻ കുറച്ച് എളുപ്പമായിരിക്കും ആളിനകത്ത് എല്ലാരും കൂടെ ഇറങ്ങി ഇറങ്ങി എല്ലാത്തിനും കൂടെ വെച്ച് വണ്ടി ചേർക്കാനെ പിന്നെ കൊണ്ട് ഈ ഇറങ്ങുമ്പോ എനിക്ക് തലവേദന എടുക്കുന്നു. തലവേദന മാറും ഇപ്പം എല്ലാരും കൂടെ ഓരോ കൈ വെച്ചാൽ ആളിന് ജോലി കുറഞ്ഞിരിക്കും ഇത് തുറക്കാൻ പറ്റില്ലടി ഇത് തങ്കം ഒന്ന് ഇതുവഴി ഇറങ്ങു തങ്കം അതുവഴി ഇറങ്ങണേ. ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങണ പോലെ ഇതിൽ നിന്ന് ഇറങ്ങണത് ഞാൻ അറിയാം. നിങ്ങൾക്ക് ചുരിദാർ വല്ല ഇട്ടുകൊണ്ട് വന്നാൽ മതി. അതെ എല്ലാരും കൂടെ ഒന്ന് നമുക്ക് ഇപ്പൊ ഒന്ന് ഇവിടെ വരെ ഒന്ന് അനക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും അത് കഴിഞ്ഞാൽ നമ്മുടെ സുഖമായിട്ട് പോകും. അമ്മ തള്ളണ്ട. അമ്മ ഇത് ചെറിയ മിസ്സിംഗ് ആണ് ഒന്ന് ഇതായി കഴിഞ്ഞാല് ഓർപ്പിളാണ് അതെ പിന്നെ പോവാ പോവാ ഇപ്പൊ പോവാ എന്തോടെ അല്ല എന്തായാലും ഉദ്ദേശം ഒന്നുമില്ല നീ എന്താ സ്റ്റാർട്ട് ചെയ്തത് വണ്ടി ഇത്രയും പേരെ തള്ളിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒതുക്കിയെടുത്ത് എന്തിനാ സ്റ്റാർട്ട് ആവണില്ല മാത്രമല്ല നമ്മൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല ഇത് റോട്ടിൽ കിടന്ന് നമുക്ക് ഒതുക്കിയിട്ടിട്ട് സമാധാനത്തിൽ നോക്കാമല്ലോ അതുകൊണ്ടല്ലേ ഞാൻ തള്ളാൻ പറഞ്ഞത് നോക്കട്ടെ ഇനി നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ വെള്ളം ഉണ്ടാവുമോ നീ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം എടുത്തു പോയാ. താട്ടാ ഓടെ വെള്ളം കിടപ്പുണ്ട് എടുത്ത് കൂടി എനിക്ക് കുടിക്കാനൊന്നുമല്ല വണ്ടിയിൽ ഒഴിക്കാനാണ് ഞാൻ ചോദിച്ചത് മകളെ മാറി വണ്ടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സാറേ ഞങ്ങളെ വണ്ടി ഒന്ന് വഴിയിലായി പോയി. ഓ എങ്ങോട്ടെല്ലാരും കൂടി? ഞങ്ങള് ഫാസിലിനോട് കല്യാണത്തിന് ആ പോകുന്നു. ഞാനും കല്യാണത്തിനാ. അല്ല അതെ ഇതിപ്പോ ഒന്നുമില്ല ചെറിയൊരു മിസ്സിങ് ഞാൻ നോക്കണുണ്ട് നോക്കിയിട്ട് ഞങ്ങൾ ഈ വണ്ടി തന്നെ വന്നോളാം സാറ് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ ഇതിന്റെ പഴയ അയ്യോ ഞാൻ ഓഫീസിലുണ്ടായിരുന്നു സാറാ. കേറിക്കോളൂ. അല്ല അളിയാ അതായത് ഇതിപ്പോ ഒന്നുമില്ല സാറേ ഇപ്പൊ നോക്കിയിട്ട് ഞങ്ങൾ ഈ വണ്ടി നമുക്ക് ഒരുമിച്ച് പോവാന്നേ അല്ല കുഴപ്പമില്ല അവർ കേറിക്കോട്ടെ വരും കേറി. കല്യാണത്തിന് മുമ്പ് അവിടെ എത്തണം എനിക്ക് എന്തായാലും വന്ന അളിയാ ഇങ്ങോട്ട് കയറി ഞാനിതൊന്ന് ലോക്ക് കേരള ചേട്ടൻ വന്ന് നോക്കിയിട്ട് അളി ഇവിടെ നിന്നാ മതി. ഇതിൽ കയറാൻ സ്ഥലമില്ലേ കണ്ടില്ലേ ഇതിലാകെ എത്ര പേരിലേ കൊള്ളൂ കേറിക്കോ വരും കൂട്ടിട്ട് വരും അല്ലേ ആ വേഗം വരും. അല്ല ഇതൊന്ന് ഒതുക്കിയിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് അല്ല ഒതുക്കി കിടക്കണല്ലേ അല്ലേ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടന്നു. നീ ഈ കല്യാണത്തിൽ വരണമെന്നല്ലേ ആഗ്രഹിച്ചിരുന്നു അത് നടന്നു. ഈ വലിയ ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ഒരു കാര്യത്തെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അത് നടത്തി തരാൻ പ്രകൃതി കൂട്ടിയിരിക്കുന്നു. അത് സംഭവിച്ചു. ഇതിന്റെ വാടക 2000 രൂപയാണ് 1000 പെട്രോളിനും 1000 വണ്ടി വാടകയും പെട്രോൾ അടിക്കണം നമ്മൾ പോണില്ലല്ലോ 1000 രൂപ വാടക കൊടുക്കണ്ടേ. നീ എന്റെ അളിയനായിപ്പോയി സാർ വണ്ടി എടുത്തോ താമസിച്ചു പോയിട്ടില്ല